ആഗോള അയ്യപ്പ സംഗമത്തിനൊരുങ്ങി പമ്പാതീരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് പമ്പയിലെത്തും. സംഗമത്തോടനുബന്ധിച്ച് വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഉണ്ടായിരുന്ന നിയന്ത്രണം നീക്കി. 24 വാർത്തയെ തുടർന്നാണ് നടപടിയുണ്ടായത്. എസ് വിജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിജയകുമാർ, വലിയ വിപുലമായ സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കുന്നത്. ഒരുക്കങ്ങൾ എവിടെയെല്ലാം എത്തി? അതോടൊപ്പം തന്നെ ഈ വെർച്വൽ ക്യൂ ബുക്കിങ്ങിൽ ഇന്നും നാളെയുമായുള്ളത് അത് മാറ്റം വരുത്തിയിരുന്നു. 10,000 പേർക്ക് അതിൽ ബുക്ക് ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞിരുന്നു. നമ്മളത് വാർത്തയാക്കിയിരുന്നു. പിന്നീട് ഇപ്പോൾ ആ നിയന്ത്രണം നീക്കി എന്നുള്ള വിവരവും എത്തുന്നുണ്ടല്ലേ? സ്മിത, അയ്യപ്പ സംഗമത്തിന് പമ്പയുടെ തീരത്ത് ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി എന്ന് തന്നെ പറയാം. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകുന്നേരം തിരുവനന്തപുരത്തും തിരിക്കും. അദ്ദേഹം രാത്രിയോടെ പമ്പയിലെത്തും. ഇവിടെയാണ് മുഖ്യമന്ത്രി ഇന്ന് ക്യാമ്പ് ചെയ്യുന്നത്. നാളെ 9:30 തന്നെ ആദ്യ സെഷൻ ഉദ്ഘാടന സമ്മേളനം ഇവിടെ തുടങ്ങും. ഇവിടെ ഒരു വലിയ വേദി അതിനായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ വേദിയിൽ ഉദ്ഘാടന സമ്മേളനം മുഖ്യമന്ത്രി, ദേവസ്വം മന്ത്രി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ തന്ത്രി, അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ, NSS, SNDP യോഗ നേതാക്കൾ, അങ്ങനെ വിപുലമായ വേദിയാണ് ഉദ്ഘാടനത്തിന് ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തിന് തൊട്ട് പിന്നാലെ 3 സെഷനുകളിലായി ഈ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട സെഷനുകളാണ് നടക്കുന്നത്. അതിലൊന്ന് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുന്ന ഒരു സെഷനാണുള്ളത്. എല്ലാം ഈ പറയുന്ന എക്സ്പേർട്ടുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെഷനുകൾ എന്ന നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 1 ശബരിമല മാസ്റ്റർ പ്ലാൻ, 2 ഈ ശബരിമല ഉൾപ്പെടെ തീർത്ഥാടക കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൂറിസം സർക്യൂട്ട്, ഒരു പിൽഗ്രിം ടൂറിസം സർക്യൂട്ടാണ് മറ്റൊന്ന്. അതാണ് 2ാമത്തെ സെഷൻ. 3ാമത്തേത് ശബരിമലയിലെ ക്രൗഡ് മാനേജ്മെന്റ്, ഇവിടുത്തെ ആൾക്കൂട്ട നിയന്ത്രണം, അതിൻ്റെ ക്രമീകരണം, അങ്ങനെയാണ് 3 സെഷനുകളിലായി കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 3 സെഷനുകളാണ് ഉള്ളത്. പിന്നീട് അതിനുശേഷം ഈ സെഷനുകളിൽ വരുന്ന അഭിപ്രായം ക്രോഡീകരിച്ച് ദേവസ്വം മന്ത്രി VN വാസവൻ വൈകുന്നേരം അത് തീരുമാനങ്ങൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു നിഗമനങ്ങൾ, അല്ലെങ്കിൽ ഒരു കണ്ടെത്തലുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഖ്യാപനങ്ങൾ എന്ന നിലയിൽ ഈ സംഗമത്തിലെ ഉയർന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ഒരു റിപ്പോർട്ട് ഈ സംഗമത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി ഉച്ചയോടെ സംഗമവേദിയിൽ നിന്ന് പോകും എന്നാണ് അറിയുന്നത്. അതാണ് ഈ പരിപാടിയുടെ ഒരു ക്രമീകരണം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ആഗോള അയ്യപ്പ സംഗമം വലിയ വാർത്താ കേന്ദ്രമാകുന്നത് അയ്യപ്പ സംഗമം എന്ന ആശയം സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ മുതൽ ഈ വിഷയത്തിൽ തുടങ്ങിയ രാഷ്ട്രീയ ചർച്ചകൾ തന്നെയായിരുന്നു. നമുക്കറിയാം, പ്രതിപക്ഷം ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചിട്ടുണ്ട്. പക്ഷേ സമുദായ സംഘടനകൾ NSSഉം SNDPയും ഇതിന് അകമഴിഞ്ഞ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇതിൻ്റെ ഉദ്ഘാടന സഭയിൽ പങ്കെടുക്കുന്നുണ്ട്. NSSനെ പ്രതിനിധീകരിച്ച് തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം ജനറൽ സെക്രട്ടറിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ, NSSൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ തന്നെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗക്ഷേമ സഭ പോലെയുള്ള ചില സമുദായ സംഘടനകൾ ഇതിൽ പങ്കെടുക്കുന്നില്ല. അവർ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചിട്ടുണ്ട്. പന്തളം രാജകുടുംബം ഇതിൽ നിന്ന് സാങ്കേതിക കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണെങ്കിലും ചില വിയോജിപ്പുകൾ അവർക്കുണ്ട്. അവർ വിട്ടുനിൽക്കുകയാണ്. അങ്ങനെ ഇതാണ് നമ്മൾ കാണുന്ന ഈ വേദിയിലാണ് ഉദ്ഘാടനം നടക്കുന്നത്. ഈ വേദിയിൽ തന്നെ സെഷനുകളിൽ 1 നടക്കുന്നുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സെഷനും ഇവിടെ ഈ ഉദ്ഘാടനത്തിന് ശേഷം നടക്കും. ഏതാണ്ട് 3000 പ്രതിനിധികൾക്ക് പങ്കെടുക്കാവുന്ന തരത്തിൽ, അവർക്ക് നേരിട്ട് പങ്കെടുക്കാവുന്ന തരത്തിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയ ഒരുക്കങ്ങൾ, അല്ലെങ്കിൽ വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയാണ് സർക്കാർ ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ കഴിയും. പമ്പ സാധാരണഗതിയിൽ ഈ മാസപൂജകൾക്ക് ശബരിമല നട തുറക്കുമ്പോൾ പമ്പയിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഒക്കെ വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാണ് അയ്യപ്പ സംഗമത്തിലേക്ക് ഈ പ്രതിനിധികളെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ടും നാളെ രാവിലെയും ഒക്കെയായി മുഴുവൻ പ്രതിനിധികളും ഈ വേദിയിലും പമ്പയുടെ തീരത്തുമെത്തും. അതിനുശേഷം ഈ സമ്മേളനം കഴിയുമ്പോൾ ഈ അയ്യപ്പ ദർശനത്തിന് സന്നിധാനത്തേക്ക് പോകാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കന്നിമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ദർശനത്തിനുള്ള സൗകര്യമുണ്ട്. നമ്മൾ നേരത്തെ സ്മിത പറഞ്ഞു വന്നത് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം തന്നെയാണ്. എന്തുകൊണ്ട് അയ്യപ്പ സംഗമത്തിന് ഇത്രയും വലിയ പ്രാധാന്യം കിട്ടുന്നു, വാർത്തകളിൽ നിറയുന്നു എന്നതാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധിക മാസങ്ങളില്ല, വളരെ ചുരുങ്ങിയ മാസങ്ങളേ ഉള്ളൂ. ശബരിമല എക്കാലത്തും കഴിഞ്ഞ കുറച്ച് നാളുകളായി ശബരിമല രാഷ്ട്രീയ വർത്തമാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒന്നിലധികം സാഹചര്യങ്ങളും കാരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ ഈ നീക്കങ്ങൾ ആ നിലയ്ക്ക്
പ്രതിപക്ഷം അതിനെ വിമർശിക്കുന്നുണ്ട്, BJP അതിനെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ LDF ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വിശ്വാസികൾക്കൊപ്പമാണ്. വിശ്വാസികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കലാണ് പ്രധാനം, വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്ന് ആവർത്തിച്ചു പറയുന്നു. തന്നെയുമല്ല, ഇത് സർക്കാരിൻ്റെ പരിപാടിയല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച പരിപാടിയാണ് എന്നൊക്കെ സർക്കാർ പറയുമ്പോഴും നാളെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെ വേദിയിലെ ഈ പരിപാടിയുടെ ആദ്യത്തെ സെഷനിൽ തന്നെ പങ്കെടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. നേരത്തെ ഇതിന്റെ ഫ്ലെക്സ് ഒക്കെ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ചിത്രമേ ഉള്ളൂ, അയ്യപ്പന്റെ ചിത്രം പോലും അതില്ല എന്നൊക്കെ പ്രതിപക്ഷം വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ചർച്ചാ കേന്ദ്രമാകുന്നുണ്ട്. ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച എന്ന നിലയിൽ ആ നിലയിൽ ശ്രദ്ധേയമാകുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ വാർത്തകളിൽ നിറയുകയാണ് അയ്യപ്പ സംഗമം. ഏതായാലും വലിയ ക്രമീകരണങ്ങൾ, വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയാണ് അയ്യപ്പ സംഗമത്തിന് വേദി ഒരുങ്ങുന്നത്, തയ്യാറെടുപ്പുകൾ നടക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു, അദ്ദേഹം വരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടിയുള്ള സ്മിത, ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണ് ഔദ്യോഗികമായി 2 മന്ത്രിമാർ ഈ പരിപാടിയിലെത്തുന്നത്. മറ്റ് തെക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ സർക്കാർ ക്ഷണിച്ചിരുന്നു, പക്ഷേ അവരാരും ഇതിൽ പങ്കെടുക്കുന്നില്ല. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ പങ്കെടുക്കുന്നില്ല. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോഴും അപ്പോൾ വേദിയിലെ പ്രാതിനിധ്യം തമിഴ്നാട്, കേരളം മാത്രമായി ചുരുങ്ങുമെന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. അതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറുപടി, വിവിധ സംസ്ഥാനങ്ങളിലെ അയ്യപ്പ വിശ്വാസികളെയാണ് ക്ഷണിച്ചത്, അവർ വരുന്നുണ്ട്. രാജ്യത്തിന് പുറത്തു നിന്നുള്ള അയ്യപ്പ വിശ്വാസികളും ഉണ്ട്, അവരും വരുന്നുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ ആഗോള അയ്യപ്പ സംഗമം തന്നെയെന്ന് സർക്കാർ അതിന് മറുപടിയും പറയുന്നുണ്ട്. എന്തായാലും ഇത് ഇന്നിപ്പോൾ നിയമസഭയിലൊക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോഴും അതിൻ്റെയൊക്കെ കേന്ദ്രമായി പമ്പാ തീരത്തെ ആഗോള അയ്യപ്പ സംഗമം മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിവാദങ്ങൾക്കിടെ, വലിയ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടെയാണ് ഈ പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ദേവസ്വം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി ഒരു വൻ വിജയമാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന നൽകുന്ന കാര്യം. അതുകൊണ്ട് തന്നെ വിപുലമായ സജ്ജീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. വിജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.